കഞ്ഞി കുടിക്കാം. ഇവളിതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അല്ല, ഇന്ന് നമ്മൾ പട്ടിണിയാണോ? ഞാനേ ഏതരി എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതാണോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വൈറ്റ് റൈസ്. ഇതാണ് നമ്മളുടെ നോർമൽ വേർഷൻ. ഇതിൽ ബ്രാണും ജേംസും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫുൾ കാർബ്സ് ആണ്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സും ഉണ്ട്. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ സ്പൈക്കിങ്ങും നല്ലപോലെ ഉണ്ടാവും. പക്ഷേ ഫൈറ്റിക് ആസിഡ് കുറവായതുകൊണ്ട് മിനറൽസിന്റെ അബ്സോർപ്ഷൻ നല്ലതാണ്. അതേപോലെ തന്നെ ഡൈജഷനും ഈസി ആയിരിക്കും. ഇത് ബ്രൗൺ റൈസ്. ഇതൊരു ഹോൾ ഗ്രെയിൻ ആണ്. കണ്ടോ, ഇതിൽ ബ്രാണും ജേമും ഒക്കെ ഉണ്ട്. ഇത് നല്ലോണം പോഷകഗുണമുള്ള അരിയാണ്. ബ്രാൺ ലെയറിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ കൂടുതൽ സമയം ഫുൾ ആയിരിക്കാനായിട്ട് സഹായിക്കും. ഇത് റെഡ് റൈസ്. ബ്രൗൺ റൈസിലുള്ള എല്ലാ ഗുണങ്ങളും ഇതിലും ഉണ്ട്. ഈ റെഡ് കളർ തരുന്ന ആന്തോസൈനിൻസ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്. ഇതിൽ അയൺ, സിങ്ക്, മാംഗനീസ് ഉള്ളതിനാൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു തരം അരി മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മാറി മാറി കഴിക്കുന്നതല്ലേ നല്ലത്? യു ആർ റൈറ്റ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഫോളോ ആപ്പ്.